الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, നമുക്ക് ഈ ഭൂമിയിൽ ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്ന, നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി മേൽനോട്ടം നടത്താനും രേഖപ്പെടുത്തി വെക്കാനും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്യുന്നതമായ പ്രതിഫലം വാഗ്ദാനം നൽകപ്പെട്ട അനുഗ്രഹീതമായ റമളാനിൻ്റെ അവസാന ഭാഗത്തിലാണ് നമ്മളുള്ളത്. അതിലൊരു 6-7 ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. റമളാനിന്റെ രാത്രിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലില്ലാഹി ഉതഖാ മിനന്നാർ, റമളാനിന്റെ ദിനങ്ങളിൽ വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് റമളാനിന്റെ രാത്രികളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. സ്വാഭാവികമായും നമുക്കറിയാം, റമളാനിന്റെ മഹത്വം മനസ്സിലാക്കിയ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെട്ട, അള്ളാഹുവിൽ നിന്ന് മാനസികമായി അകന്നു കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കുകയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും വീഴ്ചകളും ഒക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, വലിയ വലിയ വീഴ്ചകളും അബദ്ധങ്ങളും സംഭവിച്ചു പോയ ആളുകൾ തെറ്റുകൾ ചെയ്ത് തൗബകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിതം ശുദ്ധമാക്കി തീർക്കുന്ന മാസമാണ് റമളാൻ മാസം. പ്രത്യേകിച്ച് അതിന്റെ അവസാനത്തെ 10. പണ്ഡിതന്മാര് പലരും നരക വിമോചനത്തിന്റെ 10 എന്നാണ് അവസാനത്തെ 10-നെ കുറിച്ച് പറയാറുള്ളത്. എല്ലാ ദിനങ്ങളും നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുന്നതാണെങ്കിലും അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ കൂടി പ്രതീക്ഷിക്കപ്പെടുന്ന ദിനങ്ങളായതുകൊണ്ട് അവസാനത്തെ 10-ന് മറ്റൊരു 10കളേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ് അവസാനത്തെ 10 ദിനങ്ങൾ. മനുഷ്യരെന്നുള്ള നിലക്ക് എൻ്റെ അടുത്തും നിങ്ങളുടെ അടുക്കലൊക്കെ ഒരുപാട് അബദ്ധങ്ങളും വീഴ്ചകളും സംഭവിച്ചു പോയിട്ടുണ്ടാകും. അള്ളാഹുവിന്
അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നമ്മൾ വീഴ്ചകൾ ഒരുപാട് വരുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് പല വീഴ്ചകളും അബദ്ധങ്ങളും നമ്മിലൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള അബദ്ധങ്ങളും വീഴ്ചകളും ഒക്കെ സംഭവിച്ച ആളുകളോട് ഞാനിങ്ങനെ കോപിച്ചു നിൽക്കുന്നവനാണ് എന്നല്ല റഹ്മാനായ റബ്ബ് നമ്മെ അറിയിക്കുന്നത്. അവൻ നമ്മെ വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. യാ ഇബാദി, എന്റെ ദാസന്മാരെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തു പോയ എന്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അവൻ. അതിലപ്പുറം അല്ലാഹു എന്റെ സൃഷ്ടാവാണ്, ആ സൃഷ്ടാവിന്റെ അടിമയാണ് ഞാൻ എന്ന് ബോധ്യപ്പെട്ട ഒരു വിശ്വാസിക്ക് അതിലപ്പുറം സന്തോഷം നൽകുന്ന മറ്റെന്താണ്? ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകന്നു പോയി, ഇബാദത്തുകളിൽ വീഴ്ചകൾ സംഭവിച്ചു പോയി, മനുഷ്യരെന്ന നിലക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോയ നമ്മെ അള്ളാഹു കാരുണ്യത്തോടെ സ്നേഹത്തോടെ വിളിക്കാണ്. നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരൂ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ കാരുണ്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കാണ്. അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ അബദ്ധങ്ങളും വീഴ്ചകളും തിരുത്തിക്കൊണ്ട് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ ഒരു ബോധമല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നൽ മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ, യറാ ദുനൂബഹു, അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത്, അവന്റെ വീഴ്ചകളെ, അവന്റെ അബദ്ധങ്ങളെ അവൻ കാണുന്നത്, കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, അവനൊരു മലയുടെ, ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവനെ പോലെയാണ്. യഖാഫു അൻ യഖഅ അലൈഹി, തന്റെ മേലേക്ക് ഏത് സമയവും ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഒരു മലയുടെ ചുവടെ ഇരിക്കുന്നവനെ പോലെയാണ് തന്റെ പാപങ്ങളെ വിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യൻ കാണുന്നത് എന്നാണ്. എന്നാൽ ഇന്നൽ ഫാജിറ, തമ്മാടിയായ തോന്നിവാസിയായ ഒരു മനുഷ്യൻ, യറാ ദുനൂബഹു, അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത് കദുബാബിൻ മർറ അലാ അൻഫിഹി, മൂക്കിന് മുകളിൽ പറന്നുപോയ ഒരു ഈച്ചയെ പോലെയാണ്. നമ്മളെ മൂക്കിനുള്ള ഒരു ഈച്ച പറഞ്ഞ് നമ്മൾ അത് പോയി, അത്രേ ഉള്ളൂ. അത്ര ഒരു മുഅ്മിനല്ലാത്ത ഫാജിറായ മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ അബദ്ധങ്ങളും വീഴ്ചകളും തിരിച്ചറിയില്ല. അത് വീഴ്ചയാണ്, അബദ്ധമാണ്, നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയനാകുന്നവനാണ് എന്ന ചിന്ത അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതോ വലുതോ ആയ ഒരു കാര്യം അത് നാളെ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടാത്തതായി ഇല്ല, രേഖപ്പെടുത്തപ്പെടാത്തതായിട്ടില്ല എന്ന ബോധമുള്ള ഒരു മുഅ്മിൻ, അവൻ ഒരു മലയുടെ അടിയിൽ, ഇടിഞ്ഞു വീഴാറായ ഒരു മലയുടെ അടിയിൽ ഇരിക്കുന്നവനെ പോലെയാണ് അവന്റെ പാപങ്ങളെ കാണുക എന്നാണ്. അങ്ങനെ പാപങ്ങളെ കാണുന്ന ഒരു മനുഷ്യൻ അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, സ്നേഹനിധിയാണ്, ഗഫൂറാണ്, വദൂദാണ്, റഊഫാണ്, അങ്ങേയറ്റത്തെ അനുകമ്പയുള്ളവനാണ്, അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവനാണ് എന്ന് കൂടി അറിയുമ്പോ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കണം, അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നവനായിരിക്കും ഒരു മുഅ്മിൻ. അതുകൊണ്ട് തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. വൻ പാപങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാലല്ലാതെ അള്ളാഹു പുറത്തു തരികയില്ല. അല്ലാത്ത മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചു പോകുന്ന സ്ഖലിത
പൈതങ്ങൾ ചിന്തയിലും നോട്ടത്തിലും ഒക്കെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളൊക്കെ അള്ളാഹു തൗബ ചെയ്തില്ലെങ്കിലും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് പുറത്തു തരും. എന്നാൽ വൻ പാപങ്ങളാവട്ടെ, അത് നമ്മിൽ സംഭവിച്ചു പോയാൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്താലല്ലാതെ അള്ളാഹു അത് പുറത്തു തരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, വിനാശകാരികളായ 7 പാപങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. ഒന്നാമത്തെ റസൂലുള്ളാഹി അശ്ശിർക്കു ബില്ലാ, ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. 2 വസിഹ്റു, സിഹ്ർ ചെയ്യലാണ്, മറ്റൊരാളുടെ നാശം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കലാണ്. അതാണ് അത് ചില ഗൂഢപ്രവർത്തികളാണല്ലോ സിഹ്ർ എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യമാണ് പ്രശ്നം, മറ്റൊരാൾക്ക് നാശമുണ്ടാക്കുക. അല്ലാതെ അവിടെ കരിക്ക് എന്നതോ തകിട് എന്നതോ കോഴിമുട്ട എന്നതോ അല്ല വിഷയം. അത് കരിക്കാനും തകിടാനും കോഴിമുട്ട എന്താ, അതൊന്നും വിഷയമല്ല. അവിടെ മറ്റൊരുത്തന്റെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ചില ഗൂഢപ്രവർത്തനങ്ങൾ ഇവൻ ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് വൻ പാപമായിട്ട് എണ്ണി. അതുപോലെ തന്നെ ഖത്ലുൻ നഫ്സ്, മറ്റൊരാളെ കൊല്ലുക എന്നതാണ് മൂന്നാമത്തത്. വഅക്ലു റിബ, പലിശ തിന്നുക എന്നതാണ് നാലാമത്തത്. വഅക്ലു മാലൽ യതീം, യതീമിന്റെ മുതൽ തിന്നുക. അതുപോലെ തന്നെ വതവല്ലി യൗമസ് സഹഫി, യുദ്ധരംഗത്ത് നിന്ന് യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുക. വഖദ്ഫുൽ മുഹ്സനാത്ത്, നല്ല സ്വാലിഹത്തായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക. ഈ 7 വൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി വിട്ടുനിൽക്കണം. അത് തൗബ ചെയ്ത് ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാലല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. മാത്രമല്ല പല തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ മാത്രം മതിയാവാത്ത ചില തെറ്റുകളുണ്ട്. ഉദാഹരണത്തിന് മറ്റൊരുത്തന്റെ മുതല് തിന്നാൽ അത് ഒന്നുകിൽ അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം, അതല്ലെങ്കിൽ അവന് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തിരിച്ചു കൊടുക്കണം. അല്ലാത്ത കാലത്തോളം അത് തൗബ കൊണ്ട് മാത്രം പൊറുക്കപ്പെടുകയില്ല. ഇടയിൽ ആള് വരുന്ന മധ്യവർത്തികൾ വരുന്ന തെറ്റിന് അത്ര ഗൗരവമുള്ള തെറ്റാണ്. റബ്ബ് കാരുണ്യവാനായത് കൊണ്ട് റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരം അല്ലെങ്കിൽ അനുസരണക്കേട് അള്ളാഹുവേ ഞാൻ എന്റെ അടുത്ത് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവൻ പൊറുക്കും, കാരുണ്യവാനാണ്. പക്ഷെ മറ്റൊരാള് മധ്യവർത്തിയായി വരുന്ന തെറ്റ്, നാളെ പരലോകത്ത് വരുമ്പോ ഇവൻ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇവൻ എന്റെ മുതല് തിന്നിട്ടുണ്ട്, ഇവൻ എന്നെ അപമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോ അവിടെ അള്ളാഹു അവൻ കൂടി പൊറുത്താലല്ലാതെ അള്ളാഹു പൊറുക്കുകയില്ല. അപ്പൊ തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട തെറ്റാണ് ഇടക്ക് മധ്യവർത്തികൾ വരുന്ന തെറ്റ്. അത്തരത്തിൽ മറ്റൊരുത്തന്റെ മുതല് തിന്നു പോയിട്ടുണ്ടെങ്കിൽ, മറ്റൊരുത്തനെ മാനസികമായി ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. തൗബയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ പാപമായിട്ട് എണ്ണിയിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ശിർക്കൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ അടുക്കൽ ഒരു അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു യുവാക്കളൊക്കെ ആകുമ്പോ എവിടെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ കൂടിയിട്ട് കമ്പനി കൂടി പോയിട്ട് ഒരു പെഗടിച്ചു പോവുക, അല്ലെങ്കിൽ അല്പം ലഹരി വസ്തു ഉപയോഗിച്ചു ചെയ്യുന്ന രൂപത്തില് അങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒന്നല്ല ഷിർക്ക് എന്ന് പറയുന്നത്, സിഹ്ർ എന്ന് പറയുന്നത്. ഖത്ലുൻ നഫ്സ് അതൊരിക്കലും അത് ഒരു പ്രതിരോധത്തിന് വേണ്ടിയാണെങ്കിൽ കൊന്നാൽ അതൊരു പക്ഷെ വൻ പാപമായിട്ട് എണ്ണപ്പെടുകയില്ല. നേരെ മറിച്ച് മറ്റൊരുത്തനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വൻ പാപം. അതൊക്കെ അത്തരത്തിലുള്ള തെറ്റുകൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുക്കൽ വന്നു പോകുന്ന തെറ്റ് എന്ന കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റും. അത് മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വൻ പാപങ്ങൾ, അതിന് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും എണ്ണിയിട്ടുള്ള വലിയ വലിയ തെറ്റുകളുണ്ട്. മദ്യപാനം, വ്യഭിചാരം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇത്തരത്തിലുള്ള തെറ്റുകൾ, ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് മനുഷ്യന്മാര് പെട്ടുപോകുന്നതാണ്. പ്രത്യേകിച്ച് പുതുതലമുറയിലെ യുവാക്കളൊക്കെ നല്ലൊരു വിഭാഗവും ഇത്തരത്തിലുള്ള തെറ്റുകളിൽ പെട്ടുപോകുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മള് ആ നിലക്ക് മരിച്ചു പോവുകയാണെങ്കിൽ മുഅ്മിനായിക്കൊണ്ടല്ല അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കാം. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ. അള്ളാഹു എത്ര ആദരവോടാണ് നമ്മളെ വിളിക്കുന്നത്, ഏ വിശ്വാസികളെ. അത് എന്നെ നിങ്ങളെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതി, സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കണം. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ആ വാക്കൊന്നും അവിടെ വെറുതെ ഫിറ്റ് ചെയ്തതല്ല. ആളുകളുടെ മുമ്പിൽ മാന്യനായിട്ട് അഭിനയിക്കാനും മാന്യനായി കാണിക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കും. പക്ഷെ ജീവിതത്തിൽ റബ്ബ് കാണുന്നുണ്ട്, അവൻ എന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന ബോധത്തോടു കൂടി കൃത്യമായി ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ട് ജീവിക്കുക എന്നത് അതാണ് ഹഖ്ഖ തുഖാതി എന്ന് പ്രത്യേകം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വലാ തമൂതുന്ന
ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുതേ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ലാ യസിനു സാനി ഹീന യസിനു വഹുവ മുഅ്മിൻ മുസ്ലിം. ഒരാൾ വ്യഭിചരിക്കുമ്പോ ആ വ്യഭിചരിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ അവനിൽ നിന്ന് ഇല്ലാതായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുസ്ലിം. ഒരാൾ കളവ് നടത്തുമ്പോ ആ കളവ് നടത്തുന്ന സമയത്ത് അവന്റെ ഈമാൻ അവനിൽ നിന്ന് ഇല്ലാതായി പോകുന്നുണ്ട്. വലാ യശ്റബുൽ ഖംറു ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഒരാള് മദ്യപിക്കുന്ന സമയത്ത് അവൻ ഈമാൻ അവനിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നുണ്ട്. അപ്പൊ നമ്മള് മുഅ്മിനായിക്കൊണ്ടല്ല മദ്യപിക്കുന്നത്. ആ മദ്യപിക്കുന്ന സമയത്ത് ഈമാൻ നമ്മിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഈമാൻ ഇല്ലാതെയാകുന്നുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ മദ്യത്തിനടിമയായിക്കൊണ്ടോ ഇത്തരത്തിലുള്ള വലിയ പാപങ്ങളിൽ പെട്ടുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത്, അല്ലാഹുവിന് കീഴൊതുങ്ങിയവനായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന നമുക്ക് പാലിക്കാൻ സാധിക്കാതെ വരും. മുഅ്മിനായിക്കൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത്തരത്തിലുള്ള തെറ്റുകൾ, വീഴ്ചകൾ, അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോയ ആളുകള് അള്ളാഹു നൽകിയ ഒരു അവസരമായിക്കൊണ്ട്, ഏറ്റവും നല്ല ഒരു അവസരമായി, അനുഗ്രഹീതമായ ഒരു അവസരമായിക്കൊണ്ട് ഈ റമദാനിന്റെ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് അള്ളാഹുവിനോട് ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിനോട് വലിയ വലിയ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റമദാനിന്റെ അവസാനത്തെ 10 ഒഴിഞ്ഞിരുന്നു കൊണ്ട് തെറ്റുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് അവനവന്റെ വീഴ്ചകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്യുക. റബ്ബെ സംഭവിച്ചു പോയി. തൗബയുടെ നിബന്ധനയായിക്കൊണ്ട് പ്രവാചക തിരുമേനിയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അന്നദമു അലാ ഫിഅലി ദുനൂബ്. അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ ഖേദം ഉണ്ടാവുക. അത് മുഅ്മിന്റെ മനസ്സിലേ ഉണ്ടാവുള്ളൂ. കാരണം പരലോകം അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോവുക, ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടും, അതിന് ഞാൻ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും എന്ന ബോധമുള്ളവനാണ് ഖേദം ഉണ്ടാവുക, അല്ലാത്തവൻ ഉണ്ടാവില്ല. രണ്ടാമത്തത് വൽ അസ്മു അലാ അദ്മിൽ ഔദി ഇലൈഹ. ആ തെറ്റിലേക്ക് ഇനി ഞാൻ മടങ്ങില്ല. എന്റെ ഒരു സന്ദർഭത്തിൽ, ഒരു കാലഘട്ടത്തിൽ ഒരു കമ്പനിക്ക് പെട്ടുപോയി, ഞാൻ അബദ്ധം സംഭവിച്ചു പോയി, ഇനി ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ വൽ ഇഖ്ലാഉ അൻഹാ തമാം. പൂർണ്ണമായും ആ തെറ്റിൽ നിന്ന് മുക്തമാവുക, ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് തീരുമാനിക്കുക. ഇങ്ങനെ തൗബ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുത്തുകൊണ്ട് ഈ റമദാനിനെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ തൗബയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ജീവിതത്തിലെ അബദ്ധങ്ങളെയും വീഴ്ചകളെ കുറിച്ചും ചിന്തിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരു യുദ്ധത്തിന് പോയി. നമുക്കറിയാം ബനുൽ മുസ്തലഖ യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സൈനികർ തിരിച്ചു വരികയാണ്. ആ യുദ്ധത്തിൽ പ്രവാചക തിരുമേനിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ കൂടി കൂട്ടിയിരുന്നു. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവരൊരു സ്ഥലത്ത് ഇറങ്ങി വിശ്രമിച്ചു, റസൂലും സഹാബത്തും ഒക്കെ. അങ്ങനെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു. അവര് അത് തെരഞ്ഞു പോയി. ഈ സഹാബത്താവട്ടെ ഒട്ടകക്കൂടാരം ഒക്കെ ഒട്ടകപ്പുറത്ത് എടുത്തു വെച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നു. ആയിഷ ബീവി വളരെ മെലിഞ്ഞൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഒട്ടകക്കൂടാരത്തിൽ അവരില്ലാത്തത് ആ സഹാബത്ത് അറിഞ്ഞില്ല. അങ്ങനെ അവര് മദീനയിലേക്ക് യാത്ര തുടർന്നു. അപ്പൊ ആ പ്രദേശത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു. അപ്പൊ പൊതുവെ റസൂലിന്റെ സൈനികളുടെ കൂട്ടത്തിൽ ഒരു പിന്നണി സൈന്യം ഉണ്ടാകും. ഈ സൈന്യത്തിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആളുകളൊക്കെ മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പിന്നണി സൈന്യം ഉണ്ടാകും, ഒരു 2-3 ആളുകൾ. അങ്ങനെ അതിൽപ്പെട്ട ഒരാൾ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു മരത്തണലിൽ മരത്തണലിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ അവരെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീബിയെ തന്റെ ഒട്ടകക്കൂടാരത്തിൽ കയറ്റിക്കൊണ്ട് മദീനയിൽ ഇറക്കി. മദീനയിൽ ഇറക്കുന്നതിന് മുമ്പ് ആയിഷ ബീവി ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് എന്നും ഇങ്ങനെ വരുന്നുണ്ട് എന്നും അറിഞ്ഞ
മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ മുസ്ലിമീങ്ങളെ കുറിച്ച് എന്തുണ്ട് അപവാദം പറഞ്ഞു വരത്താൻ എന്ന് ആലോചിച്ച് നടക്കുന്ന അവര് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെയും സഫ്വാനെയും ചേർത്തിക്കൊണ്ട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. ആ കൂട്ടത്തിൽ അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ അത് വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ സംഭവം അതിൽ പിന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ കഴിഞ്ഞുകൂടിയിരുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹു കൂടി പെട്ടുപോയിരുന്നു. ഇത് സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മിസ്തഹ് റളിയല്ലാഹു അൻഹു പലരോടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞു. അപ്പോ സ്വന്തം മകളെ കുറിച്ച് സ്വന്തം ചെലവിൽ കഴിയുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കുക എന്നത് ഒരു പിതാവിന് സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇനി മുതൽ മിസ്തഹിന് ഞാൻ ചെലവിന് കൊടുക്കുകയില്ല എന്നും അവനുമായിട്ടൊരു നല്ല നിലക്കുള്ള ബന്ധമുണ്ടാവുകയില്ല എന്നും തീരുമാനിച്ചു. അപ്പൊ ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്തിറക്കി. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, ولا يأتل أولي الفضل منكم والسعة أن يؤتوا أولي القربى واليتامى والمساكين والمهاجرين في سبيل الله. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്ന ദരിദ്രന്മാരായിട്ടുള്ള ആളുകൾക്ക് സഹായം ചെയ്യുകയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയരുത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം എന്നോടും നിങ്ങളോടും കൂടിയാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പാപമോചനം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ചോദ്യം ഫസ്റ്റ് ചോദിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. വലിയൊരു ഗുരുതരമായ തെറ്റാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു ചെയ്തത്. സ്വന്തം മകളെ കുറിച്ച് അപവാദം പറയാൻ, അതിന്റെ പേരിൽ അദ്ദേഹത്തിന് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ നൽകില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അള്ളാഹു പറയാ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പൊറുത്തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആ ചോദ്യം എന്നോട് നിങ്ങളോടും കൂടിയാണ്. നമ്മളോട് പല നിലക്കുള്ള അബദ്ധങ്ങളും ചെയ്തവരും നമ്മെ മാനസികമായി വേദനിപ്പിച്ചവരും മറ്റ് പല നിലക്കുള്ള ഉപദ്രവങ്ങൾ ചെയ്ത ആളുകൾ ഉണ്ടാവും. അതൊക്കെ വിട്ടു പുറത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ അള്ള എനിക്ക് പുറത്തു തരണം, പക്ഷെ എന്നോട് ചെയ്ത തെറ്റൊന്നും ഞാൻ ആർക്കും പുറത്തു കൊടുക്കും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഇത് പറ്റൂല. അതുകൊണ്ട് അള്ള ചോദിക്കുന്നത്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള അബദ്ധങ്ങൾ, വീഴ്ചകൾ അത് അവർക്ക് പുറത്തു കൊടുക്കാൻ നിങ്ങളും തയ്യാറാവണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. അതുകൊണ്ട് തൗബയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആലോചിക്കുക, മറ്റുള്ളവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ആരെങ്കിലുമായിട്ട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് ആക്രമണം ചെയ്താണെങ്കിലും അങ്ങോട്ട് പോയിട്ട് നന്നാവുക, എന്നിട്ട് ബന്ധങ്ങൾ നന്നാക്കി തീർക്കുക. അതുപോലെ തന്നെ ബാധ്യതകൾ ഓർമ്മയുള്ളതുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കുക, പൊരുത്തപ്പെടിക്കേണ്ടുന്നതുണ്ടെങ്കിൽ ഒക്കെ പൊരുത്തപ്പെടുക. ആ നിലക്ക് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായുള്ള ഒരു മടക്കം, ഖേദിച്ചുകൊണ്ടുള്ള ഒരു മടക്കം, നമ്മളൊരു മടങ്ങുക. അതാണ് അള്ളാഹു അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുക. അസ്ലിമൂ ലഹു, ആ റബ്ബിന് നിങ്ങൾ കീഴൊതുങ്ങുക. മിൻ ഖബ്ലി അൻ യഅതിയകും അദാബ്, നിങ്ങൾക്ക് റബ്ബിന്റെ ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പേ സുമ്മ ലാ തുൻസറൂൻ, അത് വന്നെത്തിയാൽ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. വത്തബിഉ, നിങ്ങൾ പിന്തുടരണം. അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഏറ്റവും നല്ല ആ ഗ്രന്ഥത്തെ നിങ്ങൾ പിന്തുടരണം. മിൻ ഖബ്ലി അൻ യഅതിയകും അദാബ് ബഗ്ത, വളരെ പെട്ടെന്ന് ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പേ. അൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ പോലും അറിയാതെ നിലക്കാണ് അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുക അതിനു മുമ്പേ. ഇത് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഒരു നഫ്സും പറയേണ്ടി വരാതിരിക്കാൻ, യാ ഹസ്രത്ത, എന്റെ ഖേദമേ, അലാമാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിപ്പോയല്ലോ എന്ന് പറഞ്ഞ് വിരല് കടിക്കേണ്ടുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അള്ളാഹു നമ്മെ മുൻകൂട്ടി അറിയിക്കുന്നത് എന്ന് സ്വർഗം ഏർപ്പെടുത്തി വെച്ച, നരകം സംവിധാനിച്ചു വെച്ച അള്ളാഹു നമ്മെ മുൻകൂട്ടി അറിയിക്കാൻ. ഒരു നഫ്സും പറയാതിരിക്കാൻ, യാ ഹസ്രത്ത, എന്റെ ഖേദമേ, എന്റെ നഷ്ടമേ, അലാമാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിപ്പോയല്ലോ. വഇൻ കുന്തു ലമിനസ് സാഖിരീൻ, ഈ കാര്യങ്ങളെയൊക്കെ ഞാൻ നിസ്സാരമാക്കി, നിന്ദ്യമാക്കി, തമാശയാക്കി കളഞ്ഞല്ലോ, അല്ലെങ്കിൽ പരിഹാസ്യമാക്കി കളഞ്ഞല്ലോ ദീനിന്റെ ഉപദേശങ്ങളെയൊക്കെ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരവസ്ഥ നമുക്ക് നാളെ പരലോകത്ത് വരാതിരിക്കണം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ കാണുക, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണുള്ള ബോധമുണ്ടാവുക, അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ച് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിന് മുമ്പേ നമുക്ക് ചില ബാധ്യതകൾ, നിർബന്ധ ബാധ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഒന്ന് നമുക്കറിയാം, സക്കാത്തുൽ ഫിത്തർ ആണ്. ഫിത്തർ സക്കാത്ത് ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി നിർബന്ധമാക്കിയിട്ടുണ്ട്. സക്കാത്ത് റമളാനിന്റെ സക്കാത്ത് അലൽ ഹുജ്ജി വൽ അബ്ദി, സ്വതന്ത്രക്കും അടിമക്കും എല്ലാം, വദ്ദക്കരി വൽ ഉൻസ, ആണിനും പെണ്ണിനുമൊക്കെ, സാഅം മിൻ തംരിൻ ഔ സാഅം മിൻ ശഈരിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലെ മുഖ്യ ഭക്ഷ്യാഹാരം എന്നുള്ളതാണ് ബാർലി, ഈത്തപ്പഴം ഒക്കെ. അപ്പൊ അത് ഒരു സാഅ്. അപ്പൊ നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷ്യാഹാരം പെരുന്നാളിന്റെ അന്നത്തെ ദിവസത്തേക്കുള്ള ഭക്ഷണം, വസ്ത്രം ഒക്കെ തുടങ്ങിയ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിച്ച് ബാക്കിയുള്ളവരൊക്കെ ഇത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സമ്പന്നർ മാത്രം കൊടുക്കേണ്ടുന്ന സക്കാത്ത് അല്ല ഫിത്ർ സക്കാത്ത്. അപ്പൊ ഒരു സാഅ് ആണ് കൊടുക്കേണ്ടത്. ഒരു സാഅ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഇങ്ങനെ ഒരു കൈകൊണ്ട് വാരിയാൽ കിട്ടുന്നതിനാണ് ഒരു മുദ്ദ് എന്ന് പറയുക. അങ്ങനെ 4 വാരലിനാണ് ഒരു സാഅ് എന്ന് പറയാം. അപ്പൊ ഒരു സാഅ് ആണ് കൊടുക്കേണ്ടത്. അതിൽ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ പെരുന്നാളിന്റെ അന്നേക്കുള്ള ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ എല്ലാവരും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് തൊട്ടു മുമ്പേ പ്രസവിച്ചു വീണ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൽ പിന്നെ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ ഉളുഹിയ്യത്തിന്റെ മാംസത്തിന്റെ കാര്യത്തിലൊക്കെ ആളുകൾക്ക് അത് വാങ്ങി തിന്നൽ എന്തോ ഒരു ബർക്കത്തുള്ളതാണ് എന്നൊരു ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. ഫിത്ർ സക്കാത്തിന്റെ അരി വാങ്ങി തിന്നുക അല്ലെങ്കിൽ ഉളുഹിയ്യത്തിന്റെ മാംസം, അത് നമ്മൾ ആ ഒരു ധാരണ തെറ്റാണ്. എല്ലാ അരി പോലെ തന്നെ ഒരു അരി തന്നെയാണ്, അത് വാങ്ങുന്നതിനെ സംബന്ധിച്ചു. അതിന് മാത്രം മറ്റുള്ള ഭക്ഷണങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകമായ ഒരു ബർക്കത്തൊന്നും എന്തിനില്ല. എല്ലാ ഭക്ഷണത്തിനുള്ള ബർക്കത്ത് തന്നെ ഫിത്ർ സക്കാത്തിന്റെ അരിക്കും ഉളുഹിയ്യത്തിന്റെ മാംസത്തിനൊക്കെ ഉള്ളൂ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ യദുൽ ഉലിയ ഖൈറും മിനൽ യദി സുഫ്ല, മുകളിലുള്ള കൈയാണ് അഥവാ കൊടുക്കുന്ന കൈയാണ് ഖൈറും മിൻ യദി സുഫ്ല, വാങ്ങുന്ന കൈയേക്കാൾ ഉത്തമം. അപ്പം നമ്മള് പെരുന്നാളിന് അന്നേക്കുള്ള ഭക്ഷണവും വസ്ത്രമൊക്കെ നമുക്കുണ്ട്, എന്തെങ്കിലും നമ്മൾ ഐശ്വര്യവാന്മാരാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ യമനിലേക്ക് കയറ്റി അയക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം നമ്മളൊക്കെ പൊതുവെ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ വെച്ചാൽ, എത്ര ഉണ്ടായാലും മാനസികമായ ദാരിദ്ര്യത്തെ, എന്നാൽ മാനസികമായ ഐശ്വര്യം ഉണ്ടായിരുന്നു അവർക്ക്. പെരുന്നാളിന്റെ അന്നേക്കുള്ള ഭക്ഷണം തിന്നാ പിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്ന് തീരുമാനിക്കുക, അത് അർഹതപ്പെട്ട ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തോട്ടെ, കൂടുതൽ അർഹതപ്പെട്ട ആളുകൾ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഈ ഉത്തരേന്ത്യ ഭാഗങ്ങളിലേക്കൊക്കെ കൊടുക്കുന്നത്, നമ്മുടെ നാട്ടിലും ദാരിദ്ര്യമുള്ള ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അത് വാങ്ങുന്നതിൽ പ്രത്യേകിച്ച് ബർക്കത്തൊന്നുമില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കൊടുക്കുന്ന കൈയാണ് ഏറ്റവും ഉത്തമം. ഇതാണ് ഫിത്ർ സക്കാത്തുമായിട്ട് പ്രധാനപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. രണ്ടാമത്തേത് പെരുന്നാളുമായി ബന്ധപ്പെട്ടതാണ്. പെരുന്നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നത് ഈദ്ഗാഹിൽ വെച്ചാണ്, മുസല്ലയിൽ വെച്ചാണ്. പള്ളിയിൽ വെച്ച് ഒരു മഴക്കാലത്ത് മാത്രമാണ് നിസ്കരിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആ മുസല്ലയിലേക്ക് പിന്നെ എല്ലാ ജനങ്ങളെയും റസൂൽ എത്തിപ്പെടാൻ വേണ്ടി, പ്രത്യേകിച്ച് പിന്നെ സാധാരണയായിട്ട് പുറത്തിറങ്ങാത്തവരെ പോലും ആ മുസല്ലയിലേക്ക് എത്താൻ വേണ്ടി റസൂൽ നിർബന്ധിച്ചിരുന്നു എന്നാ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറഞ്ഞവരാണ്. കാലത്ത് റസൂൽ അവര് പറയാണ്, ഉമിർന, ഞങ്ങളോട് റസൂലിനെ കൽപ്പിച്ചിരുന്നു, അൻ നുഖ്രിജൽ അവാതിഖ വൽ ഹുയ്യില വദവാത്തിൽ ഹുദൂർ, ടെന്റുകളിൽ കഴിഞ്ഞു കൂടുന്നവരും ഋതുമതികൾ ആയിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ കന്യകകളായിട്ടുള്ള ആളുകളും, അവരൊക്കെ പൊതുവെ പുറത്തിറങ്ങുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ എല്ലാവരെയും എന്തായിട്ടുണ്ട്, മുസല്ലയിലേക്ക് എത്തിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു. ആ സ്ത്രീകൾ എല്ലാവരും തക്ബീർ ചെല്ലും, ബി തക്ബീരിഹിം, അവര് സമൂഹം മുഴുവൻ തക്ബീർ ചെല്ലും, അവരും തക്ബീറിൽ പങ്കെടുക്കും. ഈ ദുആയിൽ അവരും പങ്കെടുക്കും. ബർക്കത്ത് ദാലിക്കൽ യൗമി വ തുഹറത്തിഹി, ആ ദിവസത്തിന്റെ അനുഗ്രഹവും വിശുദ്ധിയും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളും അതിലേക്ക് എത്തിപ്പെടാറുണ്ട്. നിസ്കാര സമയത്ത് ഋതുമതികളായ സ്ത്രീകൾ പിന്നോട്ട് മാറി നിൽക്കും. ആ ദിവസത്തിന്റെ തക്ബീറിലും പ്രാർത്ഥനകളും ഒക്കെ അവർ പങ്കെടുക്കുകയും ചെയ്യും. ഇതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ എല്ലാവരും മുസല്ലയിലേക്ക് വരേണ്ടതാണ്. അത് നമസ്കാരം സുന്നത്തല്ലേ എന്നുള്ളവർക്ക് വിട്ടു നിൽക്കാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ
അതിന്റെ സുന്നത്തായിട്ട് റസൂലുള്ള പറയുന്നത് പെരുന്നാൾ ദിവസം ഈ ഈദുൽ ഫിത്തറിന്റെ അന്ന്, ചെറിയ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടലാണ് സുന്നത്തായിട്ടുള്ളത്. അവൻ ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, സംഘമായി തക്ബീർ ചൊല്ലിക്കൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടുക, അങ്ങോട്ട് ഒരു വഴിയിലൂടെ പോവുക, തിരിച്ച് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരിക. ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്തായിട്ട് പഠിപ്പിച്ച, പരമാവധി ആളുകളുമായി ബന്ധം പുലർത്താനായിരിക്കാം, അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇതൊക്കെയാണ് പെരുന്നാളിന്റെ പ്രത്യേകമായ സുന്നത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ദീനിന്റെ കാര്യങ്ങൾ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി അത് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, പരിശുദ്ധ റമളാനിന്റെ അവശേഷിക്കുന്ന ദിനങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ശേഷിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, ഞങ്ങൾക്ക് ബുദ്ധിയും പക്വതയും എത്തിയ കാലം മുതൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായി നിന്നോട് ഏറ്റുപറയുന്നു റഹ്മാനെ. ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണം റബ്ബെ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലക്ക് നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളുക എന്ന് മലക്കുകളാൽ ആശീർവദിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച നൽകണ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ അവർ ബർസഖി ജീവിതത്തിലാണ്. നാഥ, അവരുടെ ഖബർ ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. നാഥ, അവരുടെ രോഗത്തിന് നീ ശിഫ നൽകണം റഹ്മാനെ. സാമ്പത്തികവും ജോലി സംബന്ധവുമായ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാഥ, എല്ലാ പരീക്ഷണത്തെയും നീ നീക്കിത്തരണം റഹ്മാനെ. എല്ലാ പരീക്ഷണത്തിലും ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ മുഖാമ. അല്ലാഹുമ്മ അൻസുർനാ വൻസുർ മൻ നസറനാ. അല്ലാഹുമ്മ അൻസുർനാ على أعدائك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء ومن شماتة الأعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.